ഉദ്യോഗസ്ഥ. ശോഭ ബാലനടിയായി അരങ്ങേറിയ ചിത്രമാണ് ഉദ്യോഗസ്ഥ. വേണു എന്ന സംവിധായകൻ്റെ ആദ്യ ചിത്രവും ഇത് തന്നെ. 1964 ഏപ്രിൽ 14 മുതൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചു തുടങ്ങി. PS ദാസ്, PK ദേവദാസ് എന്നിവരായിരുന്നു ഇതിൻ്റെ നിർമ്മാതാക്കൾ. KG സേതുനാഥിൻ്റെ രചനയ്ക്ക് വേണു തിരക്കഥ തയ്യാറാക്കി. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം MS ബാബുരാജ്, ഗായകർ യേശുദാസ്, ജയചന്ദ്രൻ, ജാനകി. ഛായാഗ്രഹണം CJ മോഹൻ. അഭിനയിച്ചവർ സത്യൻ, നസീർ, മധു, ശാരദ, വിജയനിർമ്മല, സുകുമാരി, TS മുത്തയ്യ, ഉമ്മർ, നെല്ലിക്കോട് ഭാസ്കരൻ, അടൂർ ഭാസി, കടുവാക്കുളം, പഞ്ചാബി, ബാലാശാന്ത, ശോഭ. കഥ: വിമലയും ഗോപിയും മാലതിയും അമ്മയില്ലാത്ത കുട്ടികളാണ്. അച്ഛൻ രാമൻ മേനോൻ. കുടുംബം പോറ്റാൻ രാമൻ മേനോൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം മതിയാകാതെയായി. അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ ഗോപിയെയും മാലതിയെയും നോക്കിയത് അവരുടെ ചേച്ചിയായ വിമലയായിരുന്നു. അച്ഛൻ്റെ സാമ്പത്തിക പ്രശ്നം വലുതായപ്പോൾ വിമല ട്യൂഷൻ പഠിപ്പിക്കാനായി ഇറങ്ങി. ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന രാജനുമായി ഇക്കാലത്ത് വിമല പ്രണയത്തിലാകുകയും ചെയ്തു. രാമൻ മേനോൻ പെൻഷനായി. ആ ദിവസം തന്നെ മറ്റൊന്നും കൂടി ഉണ്ടായി. വിമല ട്യൂഷൻ എടുത്തിരുന്ന വിദ്യാർത്ഥിയുടെ അച്ഛൻ സ്ഥലം മാറിപ്പോയി. അങ്ങനെ വിമലയ്ക്ക് ആ ജോലി നഷ്ടപ്പെട്ടു. വരുമാനമെല്ലാം ഇല്ലാതായി. കഷ്ടപ്പെട്ട് വിമല മറ്റൊരു ട്യൂഷൻ തരപ്പെടുത്തി. മാത്രവുമല്ല, അവൾക്ക് ഒരു സർക്കാർ ആഫീസിൽ ടൈപ്പിസ്റ്റായി ജോലി ലഭിക്കുകയും ചെയ്തു. അവിടെ അവൾക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നു. അവളെയും ഭാര്യയില്ലാത്ത മേലുദ്യോഗസ്ഥനെയും ചേർത്തായിരുന്നു അപവാദങ്ങൾ. ഓഫീസിലെ ഹെഡ് ക്ലാർക്ക് സ്വാമിയും മറ്റ് സഹപ്രവർത്തകരും അവളെ കുത്തുവാക്ക് പറഞ്ഞ് നോവിച്ച് കരയിച്ചു കൊണ്ടിരുന്നു. അയൽക്കാരി നാണി മുത്തശ്ശി മറ്റൊരു അപവാദം പറഞ്ഞു വരുത്തി. ട്യൂഷനെടുക്കുന്ന വീട്ടിലെ ചെറുപ്പക്കാരനുമായി പ്രണയിച്ച് രജിസ്റ്റർ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നായിരുന്നു നാണി മുത്തശ്ശിയുടെ അപവാദം. ആ സമയം അവൾ പ്രണയിച്ചിരുന്ന രാജൻ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായി. എന്നാൽ താനിപ്പോൾ വിവാഹം കഴിച്ചാൽ അനുജൻ്റെയും അനുജത്തിയുടെയും നില പരുങ്ങലിലാകും എന്ന് കരുതിയ അവൾ അവരെ ഒരു നിലയിലെത്തിച്ച ശേഷം മാത്രമേ വിവാഹം കഴിക്കൂ എന്നായി. നാണി മുത്തശ്ശിയുടെ പരദൂഷണം രാമൻ മേനോനും കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ മകളെ സംശയിക്കാൻ തുടങ്ങി. മാലതിയെ വിവാഹം കഴിക്കാൻ ഒരു എഞ്ചിനീയർ എത്തി. വിമല അയാളോട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴും തെറ്റിദ്ധാരണയിൽപ്പെട്ടത് അവൾ തന്നെ. ഒരിക്കൽ മേലുദ്യോഗസ്ഥൻ വിമലയെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു. അപ്പോൾ അവൾ അയാളോട് താൻ സ്നേഹിക്കുന്ന രാജനെക്കുറിച്ച് പറഞ്ഞു. അതോടെ അയാൾ പിന്മാറി. മാലതി വിവാഹിതയായി. ഗോപി വിദേശത്ത് ജോലിക്കാരനുമായി. വിമലയുടെ ജീവിതമോ ദുരിതപൂർണം തന്നെ. തെറ്റിദ്ധാരണയിൽപ്പെട്ടിരുന്ന അച്ഛൻ്റെ ധാരണ മാറിയതുമില്ല. ഒരിക്കൽ ഓഫീസറുടെ കാറിൽ വിമല വന്നിറങ്ങുന്നത് രാജൻ കണ്ടു. അത് അയാളെയും തെറ്റായ വിശ്വാസത്തിലേക്ക് നയിച്ചു. അയാൾ പിണങ്ങിപ്പിരിഞ്ഞു. തന്നെ സംശയിക്കുന്ന അച്ഛൻ, തന്നെ വിട്ടുപോയ പ്രിയപ്പെട്ടവൻ, ഓഫീസിലെ ദുരിതങ്ങൾ, വീട്ടിലെ ദാരിദ്ര്യം. ഒടുവിൽ അവൾ തകർന്നുപോയി. മോചനം അകലെയെന്ന് കരുതിയ അവൾ മരണത്തിലേക്ക് പിൻവാങ്ങി.